നമ്മൾ ഷോൾഡറിലേക്ക് എത്തി, ഷോൾഡറിൻ്റെ പെയിൻ എത്തി. നമ്മൾ കണ്ടു രോഹിത് ശർമ്മ ഫീൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് പുള്ളി ഇത് മാറി തിരിച്ചിട്ടു. അപ്പോൾ എത്രത്തോളം സീരിയസ് ആണ് ഈ പറഞ്ഞ ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത്? ഇപ്പോൾ ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ തന്നെ നമുക്ക് അക്യൂട്ട് റെക്കറൻ്റ് എന്ന് രണ്ടായിട്ട് തിരിക്കാം. ഈ അക്യൂട്ട് തന്നെ 3 രീതിയിൽ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ഇൻഫീരിയർ എന്നുള്ള രീതിയിൽ തിരിക്കാം. ഇപ്പോൾ ഈ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ വീഡിയോയിൽ റെക്കറൻറ്റ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആൻറ്റീരിയർ ആണ്. ഇപ്പോൾ ഈ റെക്കറൻറ്റ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആൻറ്റീരിയർ ആ പേഷ്യൻറ്റിന് തന്നെ തിരിച്ചിടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പേശികൾ അത്രയും വീക്കാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് പോയതുകൊണ്ടാണ്, പേശികൾ അത്രയും വീക്കായതുകൊണ്ടാണ് വീണ്ടും അപ്പോൾ തന്നെ അത് തിരിച്ച് ബാക്ക് ടു നോർമൽ പൊസിഷനിലോട്ട് ഇടാനായിട്ട് പറ്റുന്നത്. എത്ര തവണ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് ഉണ്ട്, അപ്രഹെൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ MRIയിൽ നോക്കും ഹിൽസാക്സ് ലീഷൻ, ബാങ്കാർഡ്സ് ലീഷൻ, ഗ്ലീനോയിഡ് ലേബറൽ ടിയർ തുടങ്ങിയ കാര്യങ്ങൾ എത്രയുണ്ടെന്നൊക്കെ അസസ് ചെയ്തതിന് ശേഷമാണ് ആയുർവേദത്തിൻ്റെ ചികിത്സാ സാധ്യത തന്നെ നമ്മൾ നിർണ്ണയിക്കുന്നത്. പേശികളെ ബലപ്പെടുത്തേണ്ട വ്യായാമങ്ങളോടുകൂടി ആയുർവേദത്തിൽ പറയുന്ന ധാര പോലത്തെ ക്രിയാക്രമങ്ങൾ, മൂക്കിൽ മരുന്നൊഴിക്കുന്ന നസ്യം പോലത്തെ ക്രിയാക്രമങ്ങൾ, അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ ഷഷ്ടികാന ലേപം, ധാര പോലത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്തുള്ള മാനേജ്മെൻറ്റ് പ്ലസ് എക്സസൈസ്. ഈ പേഷ്യൻ്റ് ഉറപ്പായിട്ട് ഒഴിവാക്കേണ്ട മൂവ്മെൻറ്റ് ഇതാണ്. അതായത് ഒരേ സമയം അബ്ഡക്ഷനും വെസ്റ്റേൺ റൊട്ടേഷനും ഈ പൊസിഷനിൽ കൈവരുന്ന മൂവ്മെൻറ്റ് ഈ ചെയ്യുന്ന ഈ ടൈം പീരീഡിൽ പേഷ്യൻ്റ് ഒഴിവാക്കണം.